എല്ലാവർക്കും സ്വാഗതം ട്ടോ. പാട്ടിൻ്റെ ഒരു ടൈമിങ്ങിൽ ഞങ്ങൾ കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞിട്ട് ഫ്ലവേഴ്സിൻ്റെ കൽപ്പാത്തി ഉത്സവം എന്ന് പറഞ്ഞിട്ട് പരിപാടി നടക്കുന്നുണ്ട് പാലക്കാട്. അപ്പോൾ കൽപ്പാത്തി രഥോത്സവമൊക്കെ കഴിഞ്ഞ് ക്ഷീണമൊന്ന് മാറ്റാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് അന്നും കൂടി ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നുള്ളൂ 17. അപ്പോൾ ഞങ്ങളുടെ കടയിൽ അവർ സ്റ്റിക്കർ ഒട്ടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ. അപ്പോൾ ഞങ്ങൾക്ക് 2 കൂപ്പൺ ഫ്രീ ആയിട്ട് തന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയാണ് പോയത്. സിദ്ധു ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ. കുട്ടേട്ടനോട് സംസാരിക്കൽ, കുട്ടേട്ടനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. സിദ്ധു കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടേട്ടനെ ഒന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ചൊക്കെ കുഴപ്പത്തിലാക്കി. സ്കൂളിലേക്ക് എപ്പോഴാണ് പോവാന്നൊക്കെ അതൊക്കെ ഒന്ന് കേട്ട് നോക്കൂ കേട്ടോ. പഠിക്കാൻ പോകുന്നുണ്ടല്ലോ. ലാസ്റ്റ് കുട്ടേട്ടൻ മോൻ പോയിട്ട് വരൂ പറഞ്ഞിട്ട് സിദ്ധുവിനെയും കൊണ്ടും ഞങ്ങൾ പോയി. കാരണം ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, അവൻ എല്ലാ വിവരങ്ങളും ചോദിച്ചറിയും. അങ്ങനെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഓർണമെൻറ്റ്സിൻ്റെ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാ പരിപാടികളും അടിപൊളിയായിരുന്നു കേട്ടോ, ഗംഭീരമായിട്ടുണ്ടായിരുന്നു പ്രസിദ്ധ ഫ്ലവേഴ്സിൻ്റെ പരിപാടികളൊക്കെ. അപ്പോൾ കുറച്ച് നേരം സെൽഫി അതൊക്കെ എടുത്തു. പിന്നെ പഞ്ഞിമുട്ടായി ഇത്രയും അടുത്ത് കുറച്ചും കൂടി നന്നായി കണ്ടത്, കളറൊന്നും ചേർക്കാത്ത പഞ്ഞിമുട്ടായി കേട്ടോ. അപ്പോൾ അത് സിദ്ധുവിന് വേണം പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു. അത് ഇത്ര അടുത്തായി ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നല്ല ഹൈറ്റിൽ നല്ല രസമുണ്ടായിരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഞ്ഞിമിഠായി ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഞങ്ങളവിടെ കുറച്ച് സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം ഇരുന്നു. തേരിന് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, റോഡൊക്കെ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഇലക്ഷൻ നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കൊട്ടിക്കലാശം കൂടിയായിരുന്നു അന്ന്. അപ്പോൾ റോഡൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളവിടെ സിദ്ധുവിന് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് ലാസ്റ്റ് ഡേറ്റല്ലേ, നമുക്ക് ഫ്രീ ആയിട്ട് അവർ കൂപ്പൺ തന്നുകൊണ്ട് നമ്മൾ പോയിന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ പേടിക്കണ ഇതില്ലേ, അപ്പോൾ സിദ്ധുവിന് പേടിയൊക്കെ ആയിട്ടോ അത് അവിടെ ചെന്നിട്ട് വച്ചിട്ട് ഞങ്ങളൊരു 3 മണി 3:30 സമയത്താണ് പോയത്. അപ്പോൾ തിരക്ക് വരണേ ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് വൈകുന്നേരം ആകുമ്പോഴേക്കും കുറച്ച് കൂടുതൽ തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേറൊന്നും വാങ്ങിയില്ല, കാരണം കൽപ്പാത്തിയിൽ തന്നെ കടകൾ ഇനിയും 2 ആഴ്ച ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാമല്ലോ പറഞ്ഞിട്ട് ഇവിടെ ആകുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ കുറച്ച് വില കമ്മിയായിട്ട് കിട്ടും. അപ്പോൾ ഞാനൊന്നും വാങ്ങിച്ചില്ല അവിടുന്ന്. പിന്നെ അവിടെ സ്റ്റേജ് പ്രോഗ്രാംസ്, ഇഷ്ടമുള്ളവർക്ക് പാട്ട് പാടാൻ അറിയണവർക്ക് നല്ല രസത്തിലൊരു നേഴ്സ് ഒരു പാട്ടൊക്കെ പാടിയിട്ടോ നല്ല രസമുണ്ടായിരുന്നു. വയസ്സായവർ ആർക്ക് വേണമെങ്കിലും കയറിയിട്ട് പാടാം. ഫ്ലവേഴ്സ് നല്ലൊരു വേദി തന്നെയാണ് പാലക്കാട്ടുകാർക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ രാജേഷ് അടിമാലിയുടെ പ്രോഗ്രാംസൊക്കെ ഉണ്ട് കുറച്ച് ലേറ്റായിട്ട്. പക്ഷേ സിദ്ധുവിനെ എനിക്ക് പഠിപ്പിക്കാണ്ട് പിറ്റേ ദിവസം പരീക്ഷ ഉണ്ട് കാരണം ഞങ്ങൾ വേഗം വന്നു. അവൻ പഞ്ഞിമുട്ടായിയുടെ ഇത് പല്ലിൽ പോയിട്ട് തോണ്ടിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഞാനത് വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്ത്, അത് പല്ലിൽ കുടുങ്ങിയിട്ടേ എടുക്കാനേ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ്റെ അടുത്ത് കുറച്ച് ചെറിയ കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് കുട്ടികൾ കൂട്ടം കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവൻ അവരുടെ അടുത്ത് പോയി ഇരുന്നു. അവൻ കുറച്ച് എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ അവിടെ കളിക്കാനുള്ള സാധനങ്ങൾ കണ്ടിട്ടാണ് ഇവൻ പോയത്. അവിടെ മറ്റേ ഒരു ഉരുസണ സാധനമൊക്കെ ഇല്ലേ, പിന്നെ ടോയ് ട്രെയിൻ, അതിലൊക്കെ കയറാൻ വേണ്ടിയിട്ടിരുന്നു. പിന്നെ കുറച്ച് നേരം ഈ ഇതൊക്കെ ഡാൻസും പാട്ടൊക്കെ എൻജോയ് ചെയ്തു. അതിന് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ മെല്ലെ അവിടുന്ന് എസ്കേപ്പായി ഞാൻ. കാരണം തിരിച്ചു വരുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടാകും പറഞ്ഞിട്ട് ഇതിലും കൂടി കയറി കുറച്ച് നേരമൊക്കെ അവൻ 2 പ്രാവശ്യം ഉരുസുമ്പോഴേക്ക് തന്നെ അവനെ മതിയാവും. ഇതിൽ കയറാനാണെങ്കിൽ 60 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവൻ്റെ അടുത്ത് ഞാൻ 2-3 പ്രാവശ്യം പോയിട്ട് വരാൻ പറഞ്ഞു. അവനാണെങ്കിൽ എത്ര ഹൈറ്റിൽ അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ പരിചയമുള്ള കുട്ടികളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ പോയി. കൊടുക്കണം പൈസ മുതലാക്കണമല്ലോ പറഞ്ഞിട്ട് ഞാൻ 2-3 പ്രാവശ്യം പോകാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ വേസ്റ്റ് ആവില്ലേ അത് പൈസ. പിന്നെ അവനടുത്ത് ട്രെയിനിൽ കയറണം പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.